ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം എന്നോട് പലരും വാട്സപ്പിലും പിന്നെ അല്ല ഓരോ കാര്യങ്ങളും ഞാൻ വിളിക്കുമ്പോഴൊക്കെ എത്താത്തൊരു കാര്യം ഈ പത്തിരി ഉണ്ടാക്കുന്നൊന്ന് പിന്നെ വീഡിയോ ഇടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് അറിയാത്ത ആൾക്കാരും കുറേ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അറിയുന്ന ആൾക്കാരെക്കാളും കൂടുതൽ അറിയാത്ത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഏതായാലും ഞാൻ ചായക്ക് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പത്തിരിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്താണ് എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 തരം പത്തിരിയാണ്. അത് പിന്നെ 2 തരം പൊടി കൊണ്ടുള്ള 2 തരം പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് പച്ചരി പൊടിച്ച് പിന്നെ നമ്മൾ സാധാ ഉള്ള പത്തിരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്, നമ്മൾ വറുത്ത് പൊടിക്കുന്നതായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. പിന്നെ ഈ പൊടി മാതിരി 2 പത്തിരിപ്പൊടിയാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടംപോലെ റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ എല്ലാ പിന്നെ ആൾക്കാർക്കും കിട്ടുന്നതാണ് പിന്നെ പുഴുങ്ങലരി, അതായത് മൂടരി. അപ്പോൾ പിന്നെ അത് എല്ലാവരും ഇപ്പം പൊടിപ്പിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ അത് പൊടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പറയുക, അതിൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ആരും അങ്ങനെ പത്തിരി ചുടുന്ന ആരും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പിന്നെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 പത്തിരി ഉണ്ടാക്കുന്നതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ നമ്മൾ സാധാ ഉള്ള പത്തിരിപ്പൊടി, സാധാ പച്ചരി പൊടിച്ച പത്തിരിപ്പൊടിയാണ് ഞാൻ പിന്നെ ഒരു 2 കപ്പിലേക്ക് ഇടുന്നത്. 1.5 കപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ 1.5 കപ്പ് ഇട്ടതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഞാൻ എന്നാലും ഈ പൊടിയിലേക്ക് തിളച്ച വെള്ളം പറഞ്ഞ് കുഴക്കുകയാണേ. തിളച്ച വെള്ളമാണ് ഞാൻ പറഞ്ഞത്. ഈ പൊടി മുഴുവൻ നനയാണ് കേട്ടോ, പൊടി എവിടെയും ബാക്കിയാവരുത്. മൊത്തം പൊടിയും നനഞ്ഞ് കിട്ടണം, കുഴയണം കേട്ടോ. പിന്നെ ഈ പൊടി നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ടിട്ടും കുഴയ്ക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല പത്തിരിയായിരിക്കും. ഇതും അതൊക്കെ കണക്ക് തന്നെയാണ്. ഇതിൽ ഇത്ര വെള്ളമൊന്നും കണക്കെങ്കിൽ ഇപ്പോൾ ഞാൻ പറയേണ്ടല്ലോ, ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് അറിയാലോ. പൊടി നനയുന്നവരെ വെള്ളം പാർന്നിട്ട് ഫുള്ള് പൊടി കുഴയുന്നവരെ വെള്ളം പാർന്നിട്ട് എന്താക്കുക, കുഴച്ച് കൊടുക്കുക കേട്ടോ. ചില പൊടി എന്ന് പറഞ്ഞാൽ പൊടി വറവ് കുറഞ്ഞ പൊടിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം, പിന്നെ അതിന് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം കുഴയ്ക്കുന്നത്. അപ്പോൾ അതിന് വെള്ളം കുറച്ച് മതിയോ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ക്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ പൊടി. നമുക്ക് എന്താക്കാം, അതൊന്ന് കുഴയ്ക്കാം. അപ്പോൾ നമ്മൾ ആ പൊടി നല്ലോണം കുഴച്ച് തുള്ളി വെള്ളത്തിൻ്റെ കുറവുണ്ട്, തുള്ളി വെള്ളം കുറഞ്ഞ് കുഴച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ഉരുട്ടിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് എന്താക്കാം, പരത്തി ചൂടാൻ വെക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി ഒന്ന് മുറിക്കുകയാണ്, ഞാൻ മുറിക്കലൊന്നുമില്ല. ഞാൻ സാധാ പരത്തി അങ്ങനെ ചുടൽ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ എനിക്കും പിന്നെ മക്കൾക്കും ഇഷ്ടം സാധാ അങ്ങനെ പരത്തി ചുടുന്ന പത്തിരിയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരുന്നത്. അപ്പോൾ നമ്മൾ ഈ പത്തിരി നമ്മൾ സാധാ കല്ലുമലാണ് ഞാൻ ചുടുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ല, കല്ലുമലാണ്. നോൺ സ്റ്റിക്കിലും ചൂടാം, ഞാൻ കല്ലുമലാണ് ചുടുന്നത് കേട്ടോ. പത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മെല്ലെ ഒന്ന് വാടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം ശരിക്കും വേവണം കേട്ടോ. നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ ഭാഗം ശരിക്കും വേവണം. വെന്തതിന് ശേഷം നമ്മൾ എന്താക്കാവും, അത് തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പരത്തിയ പത്തിരിയാണ് കേട്ടോ. ഞാൻ ഈ ചുട്ടത് കോയിലുകൊണ്ട് പരത്തിയതാണ്. ഇനി ഞാൻ പ്രസവ പരത്തിയതാണ് നിങ്ങൾ കാണിക്കാൻ പോണത്. അടുത്തൊരു പൊടി എടുത്തിട്ട് അതൊന്ന് അമർത്തുന്ന ടൈം മാത്രമേ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിടണേ. ആ ഭാഗം ശരിക്കും വേവണേ. ശരിക്കും വെന്തതിന് ശേഷം മറിച്ചിടാം. അതാ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പത്തിരി നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ രണ്ടാമത് അടുത്ത പത്തിരിപ്പൊടി എങ്ങനെയാണ് കുഴക്കുന്നത്, എന്ത് പത്തിരിപ്പൊടി ഞാൻ കുഴക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അതിന്
നമ്മൾ മൂടേരി റേഷൻ പീടികയുള്ള മൂടേരി, അതായത് പുഴുങ്ങലരി, പിന്നെ നമ്മൾ പൊടിപ്പിക്കുമല്ലോ, മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുമല്ലോ. ഇപ്പോൾ ഇഷ്ടംപോലെ അരിയൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മൾ അത് പൊടിച്ച് പത്തിരിപ്പൊടിയാണ് ഞാൻ 2 ഗ്ലാസ് എടുത്ത് കുഴക്കുന്നത് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് 2 ഗ്ലാസ് പത്തിരിപ്പൊടി കേട്ടോ. ഞാൻ എടുത്ത ഗ്ലാസ്സിന് 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് കൊടുക്കും. അപ്പോൾ ഞാനത് കുഴക്കുന്നത് കാണിക്കാം. ഞാൻ എടുത്തത് പച്ചവെള്ളമാണ് കേട്ടോ. ഞാൻ എടുത്ത് ഇതാ പച്ചവെള്ളമാണ്, കണ്ടോ, പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഞാൻ എടുത്തത്. ഇത് എല്ലാവരും ചൂടുവെള്ളത്തിലാണ് കുഴക്കൽ. ഇളം ചൂടുള്ള വെള്ളം, തിളയ്ക്കുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കുഴക്കൽ. പക്ഷേ അങ്ങനെ കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് വേവാത്ത മാതിരി ഉണ്ടാവും, ഒരു ഒട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പിന്നെ പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് ചുട്ടോളാം. ഞാനിങ്ങനെയാണത് കുഴക്കൽ. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ കുഴക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ എല്ലാ വീട്ടുകളും മൂടിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ അത് പൊടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ചുട്ടിട്ടൊരു ദിവസമാകുന്നില്ലല്ലോ, ഒരു കുത്തം ആകുന്നില്ലല്ലോ. അപ്പോൾ അത് നന്നാക്കി ചുട്ടുന്നത് ഇന്ന് കാട്ടിത്തരാൻ. ഞാൻ ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് ചുട്ടൽ. വൈകുന്നേരം വരെ നല്ല പത്തിരിയായിരിക്കും. പിന്നെ അപ്പോൾ ഞാൻ ഇതൊന്ന് വയ്ക്കുന്നത്. നല്ല വെള്ളം ഒഴിക്കണേ. നമ്മൾ കുഴയ്ക്കുമ്പോൾ വിചാരിക്കും ഇത് വെള്ളം പിന്നെ ഇതെങ്ങനെ എല്ലാവരും കുഴക്കേണ്ടി, താത്ത എന്തായി കാട്ടി തന്നത്, ഇങ്ങനെ ശരിയാകും എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ ഉണ്ടാവട്ടുന്നില്ലേ. നിങ്ങൾ പിട്ടിന് കുഴക്കുമ്പോൾ എടുക്കാന്നില്ലേ. അപ്പം ഒരു വെള്ളം കുഴക്കട്ടോ. വെള്ളം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നല്ലോണം കുഴച്ചെടുക്കാം. ഇതിൽ നമുക്ക് ഒരിച്ചിരി പത്തിരിപ്പൊടിയും കൂടി, നല്ല സാധാ പച്ചേരിൻ്റെ പത്തിരിപ്പൊടി, നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടി, ആ പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി പത്തിരി കേട്ടോ. നല്ല പത്തിരിയായിരിക്കും. അതും കൂടി ഇച്ചിരിയിൽ കൂട്ടുകയാണെങ്കിൽ. പിന്നെ ഞാനിതിൽ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി എന്നൊക്കെ തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വെച്ചിട്ട് പിന്നെ ആ കുറച്ച് പത്തിരിപ്പൊടി ഇട്ടില്ല ഞാൻ കുഴച്ച് നന്നാക്കി എടുക്കുക. പിന്നെ അല്ലാന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ പിന്നെ മറ്റേ ഈ പത്തിരിപ്പൊടി ഇട്ട് കുഴച്ചാൽ ഇങ്ങനെ തന്നെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പത്തിരിപ്പൊടിയിൽ കൂട്ടി കുഴച്ചാലും നല്ലതാണ്, നല്ല പത്തിരിയായിരിക്കും. അപ്പോൾ നമ്മൾ കുഴച്ച പൊടിയാണ് ഇത്. നല്ല മഴയുള്ള നല്ല പൊടിയാട്ടോ. ഇതുണ്ടോ, നല്ല പൊടിയാണ് ഇത്. ഞാൻ പച്ചവെള്ളം പാർന്ന് നേരത്തെ ഞാൻ കുഴച്ച് കാട്ടി തന്ന പൊടിയാണ്. അപ്പോൾ നമ്മളിത് ഒരു എടുത്തിട്ട് പ്രസ്സുമ്മൽ വെച്ചിട്ട് പരത്തുകയാണ്. ജനിച്ച കട്ടി കുറച്ചിട്ടും പരത്താം, കട്ടി കൂട്ടിയിട്ടും പരത്താം, എങ്ങനെ നമുക്ക് പരത്താം കേട്ടോ. അങ്ങനെ പരത്തുന്നതിന് കുഴപ്പമില്ല. ഞാനും ഇച്ചിരി കട്ടി കൂട്ടി എടുക്കരുത്, എനിക്ക് അങ്ങനെ ഇഷ്ടം. അപ്പം നമ്മൾ പത്തിരി ലഡാണ്. ഇട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വാടിയിട്ട് ഒന്ന് നമുക്ക് മറിച്ചിടാം. മറിച്ചിടേ. നോൺ സ്റ്റിക്കിലും ചുട്ടോ. നമുക്ക് ഈ കല്ലുമ്മൽ മാത്രമല്ല നോൺ സ്റ്റിക്കിലും ചുട്ടെടുക്കാം. അതുപോലെ മണ്ണിൻ്റെ ചട്ടിയിൽ ആയിട്ടാണെങ്കിൽ മണ്ണിൻ്റെ ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ എല്ലാത്തിലും ചുടലുണ്ട്. കണ്ടല്ലേ, പൊള്ളി വരുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മളെ പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്തിരി. ഇത്രയും പത്തിരി നമുക്ക് ഉഷാറായിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കാം.